പായസം വെക്കാനും മീൻ വറുക്കാനും കൂടെയാണ് ഇനിയുള്ള ജോലികൾ. നമ്മുടെ പേരോ ഗിരീഷ്. എന്താണ് ഗിരീഷ് ഏട്ടൻ എന്താണ് ചെയ്യുന്നത്? പായസത്തിനുള്ള പാൽ ഇളക്കുകയാണ് കേട്ടോ. വെളുക്കുമ്പം കറക്കുമ്പോൾ വെളുക്കുന്ന സാധനമാണ് പാല്. അങ്ങനെ പാല് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെളുക്കുമ്പം കറക്കുകയും കറക്കുമ്പോൾ വെളുക്കുകയും ചെയ്യുന്നതാണ് എന്താണ്? പാല്. അങ്ങനല്ലേ? സേമിയ പായസത്തിൻ്റെ സ്റ്റിക്കുകൾ 1 ഇഞ്ച് നീളത്തിൽ ചെറുതായിട്ട് മുറിക്കണം കേട്ടോ. ഒരുപോലെ മുറിച്ച് 1 ഇഞ്ച് നീളത്തിൽ വേണം മുറിക്കാനായിട്ട്. നല്ല രീതിയിൽ പൊടിച്ച് ഇതിനകത്ത് നല്ല വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ പീസുകളാക്കുന്നത്. ഏകദേശം 1/2 അടിയുള്ള സ്റ്റിക്കുകളായിട്ടാണ് നമുക്കത് കിട്ടുക. അപ്പോൾ നല്ല രീതിയിൽ പൊടിച്ച് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ടാണ് നമ്മൾ പായസത്തിന് ചേർക്കുക. നമ്മൾ തിളച്ച പാലിലേക്ക് ഇത് ചേർക്കുകയാണ്. ചേർത്ത് നല്ല രീതിയിൽ ഇളക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ടി പിടിക്കും. കട്ടി പിടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ നല്ല ചിരട്ടക്കരിയൊക്കെ ഇട്ടുള്ള കനലിലാണ് വേവിക്കുന്നത്. 325 ഗ്രാം വരുന്ന സേമിയയുടെ 15 പാക്കറ്റിന് നമ്മൾ പായസത്തിനുള്ള പഞ്ചസാര ഒരുക്കാൻ പോവുകയാണ്. 15 പാക്കറ്റിന് 325 ഗ്രാം വീതമുള്ള 15 പാക്കറ്റ് 5 കിലോ പഞ്ചസാര. അപ്പോൾ പാല് നമ്മൾ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാല് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടിയിൽ അതിൻ്റെ മട്ട് പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നല്ല രീതിയിൽ പാല് തിളയ്ക്കണം. പാല് തിളയ്ക്കാൻ നല്ല സമയം എടുക്കും കേട്ടോ. ഇതിപ്പം ഏകദേശം അരമണിക്കൂറോളമായി അല്ലേ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട്? അതെ, മൂപ്പിച്ചിട്ട് കഴിഞ്ഞു. പായസത്തിൽ മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണ്. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റും കുറുകലും ഉണ്ടാവുക. അങ്ങനെ നമ്മളെ പായസം തയ്യാറായിട്ടുണ്ട്. നല്ല അട്ടിപ്പൊളി പായസം. അങ്ങനെ നമുക്ക് ചേട്ടൻ താണ്ട പായസം വിളമ്പിത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പായസം കുടിക്കാം. നല്ല ടേസ്റ്റുള്ള അടിപൊളി സൂപ്പർ പായസം കേട്ടോ.